24ാമത്തെ സിനിമയിൽ ഞാൻ അനുഭവിച്ചത്, ഐ മീൻ ഇറ്റ്സ് ബേസിക്കലി ഇതിനു വേണ്ടി ഒരു ബുക്ക് എഴുതാനുള്ള ആണോ? കഥയുണ്ട്. ഓക്കെ. കാരണം നമ്മൾ 10 മാസത്തോളം നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷന് വേണ്ടി, പ്രീ പ്രൊഡക്ഷൻ 1 വർഷത്തോളം എടുത്തു. സോ ഓൾമോസ്റ്റ് 2 years ഓഫ് എഫേർട്ടാണ് ആട് 3 എന്ന് പറയുന്നത്. ഇത്രയും എഫേർട്ട് ഞാനൊരു എൻ്റെ 5 പടം ചെയ്യേണ്ട ഒരു എഫേർട്ട് ഈ ഒരു പടത്തിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ. സോ വി ഗോട്ട് അഫക്റ്റഡ് ബൈ റെയിൻസ്. അപ്പോൾ ഈ പഴയ കാലഘട്ടം എന്ന് ഇപ്പം ചോദ്യം തന്നെ അതിൽ തന്നെ മനസ്സിലാവും നമുക്ക്. ഹ്യൂജ് സെറ്റ്സ്, ഭയങ്കര ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ്, ഒരുപാട് പ്രോപ്പർട്ടീസ്, അങ്ങനെ ഒരു വലിയ മെഗാ സെറ്റപ്പിലാണ് പരിപാടി തുടങ്ങിയത്. നമ്മൾ ആക്ച്വലി മഴയുടെ പ്ലാനിങ് ഉണ്ടായിരുന്നു, മഴ വരും എന്ന് നമുക്കറിയാം. പക്ഷെ മഴ ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷയിൽ നേരത്തെ വന്നു. ഇപ്രാവശ്യം മെയ്യിൽ മഴ വന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ 1-2 വട്ടം ചില സെറ്റുകൾ മഴയിൽ ഒലിച്ചു പോവുകയും വീണ്ടും അത് കൺസ്ട്രക്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു 5 ഷെഡ്യൂളിലായിട്ടാണ് ചെയ്യേണ്ടി വന്നത്. കാരണം മഴ തീരും എന്ന് വിചാരിച്ചിരുന്നിട്ട് പല ലൊക്കേഷനുകൾ, ഇപ്പം പാലക്കാടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചില ഏരിയകളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഡാം തുറക്കും. ഡാം തുറന്നു കഴിഞ്ഞാൽ അത് ഇതായി മാറും, അത് വാട്ടർ ബോഡിയായി മാറും, അല്ലെങ്കിൽ അത് ഗ്രൗണ്ടാണ്. അപ്പൊ ആ ഗ്രൗണ്ടിൽ നമ്മൾ നോക്കി നിൽക്കുക തന്നെ നമ്മുടെ സെറ്റ് ഒലിച്ചു പോകുന്ന കാണുന്നുണ്ട്.